ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് സൗണ്ട് കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും മാക്സിമം നമ്മൾ ശ്രമിക്കാവുന്നതാണ്. ഞാനിപ്പോ നിൽക്കുന്നത് അങ്ങ് ദൂരെ വിയറ്റ്നാമിലെ ബാന ഹിൽസിലാണ്. ദനാങ് എയർപോർട്ട് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ഇവിടേക്ക് വരേണ്ടത്. അത്യാവശ്യം അടിപൊളി കാഴ്ച തന്നെയാണ്, നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഏകദേശം ഈ ഒരു പാലത്തിന്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോ നടക്കാൻ പോകുന്നത്. ഏകദേശം രണ്ട് കൈകൾ ഈ പാലത്തിന്റെ മുകളിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളിപ്പോ ഈ കാണുന്നത്. അപ്പം നമ്മളെ കൂടെ വന്ന ഗൈസിനോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഇവിടുത്തെ எப்படி இருக்கு? கொஞ்சம் கொஞ்சம் சொல்லுங்க, எப்படி இருக்கு நீங்க? பரல ஹில்ஸ் வேற லெவல் தான், வேற லெவல். லைஃப்ல பார்க்க முடியாத விஷயம், மறக்கவே முடியாது. அந்த மாதிரி சூப்பர் சூப்பர் சூப்பர். மைக்கு தான். மெட்டவேல் ஃபேமிலி சொன்னீங்களே, அற்புதமான ஒரு என்ஜாய்மெண்ட் போயிட்டு இருக்கு. உண்மையுமே சூப்பர். டனாங்கில் பார்த்தீங்கன்னா அந்த கோல்டன் பிரிட்ஜ் அப்படிங்கிறதெல்லாம் பார்த்தீங்கன்னா ஒரு கொடுத்து வைக்கணும் பார்ப்பதற்கு. யூடியூப்ல தான் நான் பார்த்துருக்கேன், ஆனால் நேரடியாக வந்து கிட்டத்தட்ட நின்று போட்டு எடுக்கக்கூடிய ஒரு வாய்ப்பு எல்லாத்தையும் உருவாக்கி கொடுத்தது தட் இஸ் மெட்டாவேல். அதனுடைய வழிநடத்தக்கூடிய நெக்ஸ்ட் ஃபீச்சரும் டீம் மாஸ்டர் தான் இதுக்கு காரணம். சேர்ந்து வாங்க, அடுத்து வியட்நாம் இதை ஜப்பான்ல எல்லாருமே சந்திப்பார்கள். தேங்க்யூ தேங்க்யூ. ஓகே, அந்த ஆளுக்கு கொடுக்குவோம். என்ன சார் நீங்க என்ன சொல்லணும்? இந்த மாதிரி எல்லாருமே ஒவ்வொருத்தரும் அனுபவிக்க வேண்டிய இடம். அற்புதமா இருக்கு. அந்த மாதிரி அம்மா சொல்லுங்க. பியூட்டிஃபுல் கண்ட்ரி. 2 நாள் நல்லா ஃபுல்லா என்ஜாய்மென்ட் பண்ணோம். இப்போ வந்து நம்ம தனாங்கில பனா ஹில்ஸ்ல இருக்கோம். ரொம்ப பியூட்டிஃபுல்லா இருக்கு. நீங்க இஷ்டப்பட்டல? சூப்பர் என்ஜாய்மென்ட், சூப்பர் என்ஜாய்மென்ட். ஓகே, thank you Nexus. അപ്പോ നമ്മളിപ്പോ ഇങ്ങ സോറി ഞാൻ മലയാളത്തിൽ പറയാം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ ബാന ഹിൽസിലാണ്. ബാന ഹിൽസിലെ കാഴ്ച നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സീനറി വ്യൂസ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആണ്. നമ്മളെ ടീംസ് എല്ലാം ഇതാ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാണ്. ഫോട്ടോയും വീഡിയോ എടുത്ത് കഴിയുന്നില്ല അല്ലെ? എടുത്ത് കഴിയുന്നുണ്ടോ? சூப்பரா இருக்கு, வேற லெவல், எக்ஸலண்ட், அமேசிங். இந்த மாதிரி நான் பார்த்ததே இல்ல. இது ஃபர்ஸ்ட் டைம் தான் இந்த மாதிரி. இது கனவு கண்ட மாதிரி இல்ல? சூப்பரா இருக்கு, வெரி குட். அதுதான். நீங்க ஏதாவது சொல்லுதானே அம்மா, ஏதாவது சொல்லணுமா? സൂപ്പർ അല്ലേ? സൂപ്പറാണ്, നന്നായിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ആണ്, നന്നായിരിക്കുന്നു. അത്യാവശ്യം നല്ല കോടയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും കണ്ടിട്ടും ഫോട്ടോസ് എടുത്താലും മതിയാവുന്നില്ല. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഏകദേശം ഒരു ദിവസം ഇവിടെ 8000-നും 10,000-നും ഇടയിലാണ് ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയ്ക്കും അടിപൊളിയാണ് ഇവിടുത്തെ ഒരു സീനറി കാണാൻ. പിന്നെ ഇവിടുത്തെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ്. അത്രമാത്രം പൊളിയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കുറവാണ്. ഇപ്പം വന്ന് നോക്കിയിട്ട് നമ്മളിപ്പോ വേറെ കുറച്ച് ടീംസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ സ്റ്റക്കായി നിൽക്കാണ്. അത്രമാത്രം ആൾക്കാരാണ് ഇവിടെ ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഇവിടേക്ക് വരണമെങ്കിൽ കേബിൾ കാറിൽ വേണം യൂസ് ചെയ്ത് ഇവിടെ വരാൻ. കേബിൾ കാറിൽ വന്ന് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൈ വളരെയധികം ഫേമസ് ആണ്. ഈ ഒരു പാലത്തിന്റെ മുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണത്. അപ്പോൾ ഈ ഒരു കൈ ഇവിടുത്തെ വളരെയധികം ഫേമസ് ആണ്. എന്നാ നിങ്ങൾക്ക് சொல்றதுக்கு இந்த மாதிரி சொல்லுங்க ப்ரோ. வேற லெவல் ஆக்சுவலா, இந்த அளவுக்கு ஹைட்ல, அது இல்லாம இந்த கையை வந்து ஆக்சுவலா இங்க அங்கிருந்து வந்தது இந்த மூமெண்ட்காக வேண்டிதான் வந்தோம். வேற லெவல் மூமெண்ட், கிட்டத்தட்ட வந்து அமேசிங். ஒவ்வொரு விஷயமும் பாக்குறதுக்கு அவ்வளவு பிரமிப்பா இருக்கு. இது கண்டிப்பா உலகத்துல பிறந்த ஒவ்வொருத்தருமே ஒன்ஸ் பாத்தே ஆகணும். தமிழ்நாடு எந்த பக்கம் நீங்க? நாங்க தமிழ்நாட்டுல கிட்டத்தட்ட வந்து சேலம் பகுதியில் வந்திருக்கோம். என்னோட நேம் சித்தரஞ்சன், நீலாம்பாள் மேடம், செல்வகுமார் சார், நாம எல்லாம் மெட்டாவல் பண்ணிட்டு இருக்கோம். நாங்க இன்கம் பண்ணது மூலியமா இன்னைக்கு வந்து கிட்டத்தட்ட வந்து ஒரு 7 days கிட்டத்தட்ட இந்த என்ஜாய்மெண்ட் அனுபவிச்சுட்டு இருக்கோம். வியட்நாம்ல உலகத்துல பிறந்த ஒவ்வொரு நபரும் ஜஸ்ட் ஒன்ஸாவது வந்து இந்த விசிட் பண்ணியிருந்தோம். அப்போ நம்ம ஆளுகளுக்கு வந்துകൊണ്ടിരിക്കാണ്. என்ன நீங்க இந்த இடத்துக்கு பற்றி சொல்றது? நல்ல இடம் தானே, கொஞ்சம் ரிவ்யூ பண்றதுக்கு ப்ரமோஷன் பண்றதுக்கா? சூப்பர் தானே சார்? வியட்நாம்ல இது வந்து ஒரு அருமையான பிளேஸ். ஓகே, வாழ்க்கையில இதெல்லாம் வந்து பாக்குறது ஒரு என்ன சொல்றது, ஒரு கடவுளோட ஆசீர்வாதம் இருந்தா மட்டும்தான் இதெல்லாம் நடக்கும். ஓகே, ஏதோ எங்களுக்கு இதெல்லாம் கிடைச்சிருக்குது மெட்டாவேல்னால. அதனால
நீங்களும் வாங்க மெட்டவேல்ல வந்து எல்லாரும் சேர்ந்து எல்லா உலகமும் சுத்தலாம். ഓക്കെ താങ്ക് യു. അപ്പൊ നമ്മള് ഇനിയും ഇതുപോലെ തന്നെ ஆமா இது பிளேஸ் எல்லாம் வந்து பாத்தீங்கன்னா பிறந்தோ இறந்தமோன்னு இருக்க கூடாது. ஆக்சுவலா இந்த பிளேஸ் எல்லாம் வந்து பாத்தீங்கன்னா ஒரு யூனிவர்ஸ் கொடுத்த ஒரு வரப்பிரசாதம். இதெல்லாம் பார்க்காம நிறைய பேர் இருக்காங்க இல்லையா, லைஃப் என்ஜாய் பண்ணணும்னா ஃபுல்லா என்ஜாய் பண்ற இடத்துக்கு வாங்க. ஆக்சுவலா சுத்தி பார்க்கற இடம் நிறைய இருக்கு. இது வந்து பார்த்தா இந்த வியூ பாத்தீங்கன்னா வேற லெவல்ல இருக்கு, சூப்பரா இருக்கு. பாய். ഓക്കെ ஓகே கரெக்டா பேசுறேன், கட் பண்ணி അപ്പോ നമ്മ അടുത്തത് ഇങ്ങനെ നമ്മളെ കൂടെ സോറി മലയാളത്തിൽ പറയാം ഒന്നുകൂടി. അപ്പൊ നമ്മളെ കൂടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത് തമിഴിലൊക്കെ പോയിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇവിടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. വളരെയധികം എന്താ പറയാ, കോടൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ വന്ന സമയത്ത് ഇത്ര കോട പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരോട് ചോദിച്ചോക്കെ. ഇവിടെ ടിക്ടോക്കിന്റെ വീഡിയോ ആണ് തോന്നുന്നുണ്ട്, ഇവിടെ എടുത്തുകൊടുക്കുന്നുണ്ട്. என்ன நீங்க சொல்றது இந்த இடத்தை பத்தி கொஞ்சம்? ஸோ இந்த வியட்நாம் ட்ரிப்புக்கு நமக்கு ஆர்கனைஸ் பண்ணது ப்ரோ தான், அவங்களோட டீம் தான். வியட்நாம் வந்து ஸோ வேற லெவல் ஒரு வைப்பு. நிச்சயமா வந்து நம்ம டீம் வந்து ஒரு 50 பீப்புள்ஸ் ஒரு 50 பீப்புள்ஸ் நம்ம வியட்நாம் வந்திருக்கோம். ஸோ இங்க பாருங்க செம மூவ்மெண்ட். வியட்நாம் விட்டுறாதீங்க. பிளஸ் வியட்நாம் வர ஒவ்வொரு டைமும் எந்த இன்டர்நேஷனல் ட்ரிப் வந்தாலும் இந்த ஃப்ரெண்டை விட்டுறாதீங்க. ஸோ ஒரு சூப்பரான ஒரு கைட் பண்ணி கொண்டு போயிட்டு இருக்காங்க ஃபுட் வைஸா. ஸோ டிராவல்ல இருந்து எல்லாமே ஹோட்டல்ஸ் இருந்து எல்லாமே கிளீனா இருக்கு. வியட்நாம் விட்டுறாதீங்க, டீமை விட்டுறாதீங்க. ஆல் தி பெஸ்ட். அந்த ஆளு ஒரு வீடியோ சொல்லுங்க, அது நமக்கு பின்னாடி எடுക്കാം. இது வந்து யூடியூப் வீடியோ. சொல்லுங்க. ஏங்க இங்க பாருங்க, ஏங்க இந்த கைய பாருங்க எவ்வளவு பெருசு பாருங்க. பாருடா எவ்வளவு பெருசுன்னு பாருங்க. இந்த கைய பாருங்க, அதே ஒரு கை பாலத்தை தாங்கி நிக்குதுங்க. தாங்கி நிக்கிறது நம்ம அதுக்கு ஏங்க வேற லெவல் ஃபீலிங். அந்த மாதிரி சூப்பர்டா. ஏங்க இங்க பாருங்க அப்படியே பனி மூட்டம் இது நடுவுல பனி வச்சிட்டு இருக்குடா இங்க. ஏங்க அடிபொலி ட்ரிப் ஆனா சூப்பர். அடிபொலி வியட்நாம் ட்ரிப். அந்த மாதிரி சூப்பர் ட்ரிப் தான் நம்ம வியட்நாமில் இருக்கு அல்ல? நம்ம ബാന ഹിൽസ് ഇത് മക്കളെ സൂപ്പറാണ്, പൊളിയാണ് അല്ലെ? അടിപൊളി കേട്ടാ, അടിപൊളിയാണ്. ഓക്കെ താങ്ക് യു. അപ്പോ വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പൊ നമ്മളിപ്പം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ഒരു വ്യൂസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യൂസ് ആണ്. അതായത് ഇവിടെ വന്നവരാരും ഡെസ്പായി പോകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ അത്രമാത്രം ഇവിടെ കാണാനുണ്ട്, ഇവിടുത്തെ അത്രമാത്രം എൻജോയ് ചെയ്യാനുണ്ട്. മാക്സിമം ഈ ഒരു സ്ഥലങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ അത്രമാത്രം സൂപ്പറാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇപ്പൊ നല്ല അടിപൊളി കോട, പിന്നെ അതുപോലെ തന്നെ കാറ്റ്. ഇപ്പം സൗണ്ട് സംസാരിക്കുന്നൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല കോട ഉണ്ട്, നല്ല കാറ്റാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടും മയക്ക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടുത്തെ വൈബ് മക്കളെ ഒന്നും പറയല. ഇത് വെറുതെ പൊക്കി പറയല്ല, നമ്മളിവിടെ വന്ന് എൻജോയ് ചെയ്യണം. ഈ ബാണ ഹിൽസ്, അതായത് ഇവിടെ ഇപ്പൊ ഒരു കൈയുണ്ട്, അടുത്ത കൈ വരുന്നത് അതാ ആ ഭാഗത്താണ്. അപ്പം ഈ രണ്ട് കൈകൾ ഇങ്ങനെ വെച്ചിട്ട് ആണ് ഇവിടെ ഇതാക്കുന്നത്. അതായത് അതിന്റെ മുകളിലൂടെയാണ് ഈ ഒരു പാലം വരുന്നത്. രണ്ട് കൈകൾ നിർത്തി വെക്കുന്നത്. ഇവിടെ വരണമെങ്കിൽ നമ്മൾ കേബിൾ കാർ യൂസ് ചെയ്യണം. ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ കേബിൾ കാർ യൂസ് ചെയ്താലേ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ അങ്ങനെ എഡിറ്റും കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും ചെറിയ ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമ്മളെ കൂടെ വന്ന തമിഴ്നാട് ടീംസ് ഇതാ ഒരു ഓസ്ട്രേലിയക്കാരന്റെ കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും നമ്മുടെ കൂടെ വന്ന എല്ലാവരും മാക്സിമം നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എൻജോയ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോ നമ്മളെ കൂടെ കുറെ ഏകദേശം ഒരു 44ഓളം പേരുണ്ട്. 44 പേരില് കുറെ ആളുകള് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ട്. പിന്നെ പഞ്ചാബിന്റെ ഇവിടെ നമ്മളെ അപ്പം ഇന്ത്യക്കാരനെ കുറെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. இந்த தருணம் வெரி 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 மோஸ்ட் இம்பார்ட்டன்ட் ஒரு தருணம். இந்த தருணத்தில் நம்ம ஃப்ரெண்ட் வெரி வெரி யூஸ்ஃபுல், வெரி என்ஜாய்மெண்ட். தேங்க்யூ. இந்த சேனல் நல்ல ஒரு சப்ஸ்கிரைப் பண்ணலாம், சப்ஸ்கிரைப் பண்ணுங்க, லைக் பண்ணுங்க, ஷேர் பண்ணுங்க, இவருங்க ஹார்ட் பண்ணுங்க. ஓகே தேங்க்யூ 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 தேங்க்யூ. അപ്പൊ എല്ലാവരും சொல்லிய മാതിരി இந்த ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മലയാളിയാണോ? किधर से? इंडिया में दिल्ली.
ഓക്കെ, ഇന്ത്യ ഡൽഹിയിൽ നിന്ന് ഇപ്പൊ ആൾക്കാരുണ്ട്. നമ്മളെ കണ്ടപ്പോൾ ഞാൻ ഏകദേശം നമ്മളെ പോലത്തെ തോന്നി, അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോ ഡൽഹി ഉണ്ട്, നമ്മളെ ഇന്ത്യക്കാരുടെ കുറെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്ത്യൻ ഫ്ലാഗ്സ് അതാ അവിടെ കാണുന്നത്. അത് നമ്മളെ ടീമല്ല, അത് വേറെ ടീംസ് ആണ്. ഇന്ത്യൻ ഫ്ലാഗ്സ് ഇതൊക്കെ അഭിമാനമാണ്, വിയറ്റ്നാമിൽ വന്നിട്ടുള്ള അഭിമാനമാണ് ഇതൊക്കെ. അപ്പോ നമ്മൾ കൂടാണ്ട് വേറെ പാക്കേജസ് ഇന്ത്യക്കാർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ പരിചയപ്പെടാം. യെസ് ഗൈസ്, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? It is beautiful and amazing and wonderful, right? And വേറെ ലെവല്. നിങ്ങൾ കേരളത്തിൽ എവിടെ? സിബിൻ പറഞ്ഞല്ലോ, സിബിൻ കേരള തൃശ്ശൂർ. അവിടെ തൃശ്ശൂർ ഗഡികളാണ്. ഞാൻ മലപ്പുറം പൊന്നാനി. മലപ്പുറം പൊന്നാനിന്നും അതുപോലെ തന്നെ തൃശ്ശൂർ നിന്നുള്ള ഗഡി നമ്മളെ കൂടെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മാഡം വന്നിട്ടുണ്ട്. ഇത് നിങ്ങളെവിടെ? നടക്കൂല എന്നാണ് പറയുന്നത്, പക്ഷെ അവർ നടന്നിട്ടാണ് പോകുന്നത്. പക്ഷെ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കുറെ സംഭവങ്ങളാണ് ഇവിടെ സംഭവം കുറെ കാണാനുണ്ട് അല്ലെ. വിയറ്റ്നാമിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട് എന്തായാലും. മൈക്കൊന്ന് വെച്ച് സംസാരിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഷാജഹാൻ സാറിനോട് ചോദിച്ചു നോക്കാം, എന്താണ് ഇവിടെ വന്നിട്ട് പറയാനുള്ളത്? അമേസിംഗ് ഫീൽ, അമേസിംഗ് ആണ്. അമേസിംഗ്. എല്ലാവർക്കും ധൈര്യമായി നമുക്ക് റെക്കമെൻഡ് ചെയ്യാം അല്ലെ? 100% റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ വിയറ്റ്നാമിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു വിയറ്റ്നാം എന്ന് പറയുന്നത്. ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ലൈഫിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കണം. അതെ, അതൊരു ഫീലിംഗ് ആണ്. വ്യൂ പോയിന്റ് മാത്രമല്ല, അവരുടെ കൾച്ചർ, പേഴ്സണാലിറ്റി, സംസാരം, നമ്മളോട് കാണിക്കുന്ന ഒരു ബഹുമാനം ഒക്കെ വേറെ ലെവലാണ്. പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ താങ്ക് യു. അപ്പൊ നമുക്ക് എല്ലാ കസ്റ്റമറുടെയും രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും ഇവിടെ ആസ്വദിച്ചു പോകുന്നത്. അപ്പോ അടുത്ത വിയറ്റ്നാം വിശേഷമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. പിന്നെ അവരൊക്കെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വിയറ്റ്നാമിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മാക്സിമം ഈ വീഡിയോ കാണാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.